ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞാനിപ്പോൾ നേരെ പോകുന്നത് ഇന്തോനേഷ്യയിലേക്കാണ്. ഏകദേശം 1 മന്തോളം നാട്ടിലുണ്ടായി. അതായത് 1 മന്ത് എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് വിയറ്റ്നാം പോയി, പിന്നെ ഫുള്ള് ഓരോ സ്ഥലത്തൊക്കെ ആയിരുന്നു. ആക്ച്വലി ഇന്ന് ഉച്ചയ്ക്ക് എത്തിയുള്ളൂ. ഞാൻ ഊട്ടിയും വയനാടും അങ്ങനെ പോയിട്ട് കോഴിക്കോട് വഴി മലപ്പുറം വഴിയൊക്കെ കറങ്ങി തിരിഞ്ഞ് എറണാകുളത്ത് എത്തിയുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ രാത്രി 11:30 11:20 ഫ്ലൈറ്റ്. സോ ഞാൻ ഫസ്റ്റ് പോകുന്നത് ഇന്തോനേഷ്യയിൽ 17,000 ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ജക്കാർത്ത എന്ന് പറഞ്ഞ ഐലൻഡിലേക്കാണ് ഞാൻ ഫ്ലൈ ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ ബാലി പോവും, പിന്നെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കുറേ ഐലൻഡ്സിലേക്ക് പോവും. അങ്ങനെയാണ് പ്ലാന്. സോ ഞാനിത് ഇപ്പോൾ ഇവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെക്കിനൊക്കെ കഴിഞ്ഞു. എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു ചെക്കിൻ ചെയ്യുന്ന സ്ഥലത്ത്. സോ ഭയങ്കര ഈസി ആയിരുന്നു, പെട്ടെന്ന് തന്നെ ബാക്കി. സോ എൻ്റെ ഒരു ചെക്കിൻ ബാഗേജ് ഉണ്ടായി, പിന്നെ അതേ ഒരു ഹാൻഡ് ബാഗേജ് ഉണ്ട്. ഈ ഒരു ഹാൻഡ് ബാഗേജാണല്ലോ മൊത്തം. ഞാൻ വിചാരിച്ചൊരു 7 കിലോനെ ഉണ്ടാവുള്ളൂ എന്ന്, പക്ഷെ 16 കിലോനെ ഉണ്ടായി. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു 16 കിലോ വെച്ചിട്ട് ഞാൻ ലിഫ്റ്റ് അടിക്കണമല്ലേ എന്നൊക്കെ. സോ കുറേ നാളായി ഞാൻ ഹിച്ച് ഹൈക്കിങ് തന്നെ ചെയ്തിട്ട്. നാട്ടിൽ വന്നിട്ട് ഫുള്ള് കാറിലും അങ്ങനെയൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോകാൻ നിൽക്കുന്നത്. ഇന്തോനേഷ്യക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. എല്ലാവരും നിയർ ബൈ എന്താ പറയുക, തായ്ലൻഡും മലേഷ്യയും വിയറ്റ്നാമും ഒക്കെ പോവും. അപ്പോൾ അതുപോലെ തന്നെ ഇന്തോനേഷ്യ, ബാലി, എസ്പെഷ്യലി ബാലി എല്ലാവരും പോകുന്ന സ്ഥലമാണ്. പക്ഷെ ഞാൻ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ UK വിസ എടുക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വന്നത്. പക്ഷേ UK വിസ എൻ്റെ റിജക്റ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വളരെയധികം വിഷമമുണ്ട്. പക്ഷെ വേറെ ഓപ്ഷൻ എന്താ പറയുക, വേറെ ഇതൊന്നുമില്ല. കുറേ റീസൺസ് ഉണ്ടായിരുന്നു, ഒരു റീസൺ അല്ല, കുറേ റീസൺസ് കൊണ്ടാണ് റിജക്റ്റ് ആയത്. പിന്നെ ഒരുപാട് ആളുകളുടെ വിസ റിജക്റ്റ് ആവുന്നുണ്ട്. UK വിസ കുറച്ച് ടഫാണ്. അപ്പോൾ എന്തായാലും UK ഇപ്പോൾ പോകുന്നില്ല. ഞാൻ ഇന്തോനേഷ്യയിൽ നിന്ന് ഫിലിപ്പൈൻസ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫിലിപ്പൈൻസിൽ നിന്ന് എവിടെ പോകണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് പ്ലാൻ. ഇന്തോനേഷ്യയിൽ ഓൺ അറൈവൽ വിസയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തോ ഒരു ഇത് ചെയ്യാനുണ്ടായിരുന്നു, എന്തോ അപ്ലിക്കേഷനിൽ എന്തോ ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു $35 or $40 ആണ് തോന്നുന്നു ഓൺ അറൈവൽ വിസയ്ക്ക്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഡോളർ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഡോളർ കയ്യിലുണ്ട്. അപ്പോൾ ഡോളറായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. സോ ഞാനിതാ ചെക്കിങ് ഒക്കെ കഴിഞ്ഞാൽ ലേറ്റ് ആയെന്നുകൊണ്ട് ഓടി വന്നാൽ, പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും പെട്ടെന്ന് ഈസി ആയിട്ട് സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട്. സോ നേരെ ജക്കാർത്തയിലേക്കാണ്. അപ്പോൾ ഇനി തൊട്ട് വീഡിയോസൊക്കെ കറക്റ്റായിട്ടുണ്ടാവും. കാരണം ഇത്രയും ദിവസം സൗണ്ട് കേൾക്കൂലായിരിക്കും. For a smooth boarding experience, we will pre-board expecting mothers and ladies with infants, elderly and wheelchair customers, and armed forces personnel in uniform. We will then begin boarding with seat numbers 1 to 10. Thank you for your cooperation. സോ ഇത്ര ദിവസം നാട്ടിലായിരുന്നു. പിന്നെ ചെറിയ ഇന്ത്യയിലെ ട്രാവലിംഗ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാതിരുന്നത്. സോ ഇനി ഇന്തോനേഷ്യ തൊട്ടിട്ട് എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും, എവറി ഡേ ഉണ്ടാവും. സോ കണ്ടുകൊണ്ടിരിക്കാം. ഫൈനലി ഞാനിതാ ഇന്തോനേഷ്യയിൽ എത്തിയിട്ടുണ്ട്, ജക്കാർത്തയിൽ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഇന്തോനേഷ്യ, ജക്കാർത്ത. സത്യം പറയുകയാണെങ്കിൽ നല്ല ടയേർഡാണ്. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു മിനിഞ്ഞാന്നൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് ഉറങ്ങാണ്ടാണ്, ഫുള്ള് ട്രാവലിംഗ് തന്നെ ആയിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആകെ ടോട്ടൽ ഒരു 9 hours ഉണ്ടായിരുന്നുള്ളൂ ഫ്ലൈറ്റിലെ ജേണി ടോട്ടൽ. പക്ഷേ എനിക്കറിയില്ല, നോർമലി ഞാൻ ഇത്രയും ടയേർഡ് ആവാറില്ല. ലെയോറൊക്കെ ഉണ്ടാവാറുണ്ട്, അങ്ങനെ കുറേ ഉണ്ടാവാറുണ്ട്, എന്നിട്ടും ഇത്രയും ടയേർഡ് ആവാറില്ല. ഇന്ന് എനിക്ക് എന്തായാലും ഭയങ്കര തലവേദനയും ചെവി വേദനയും മൊത്തത്തിൽ ആകെ ടയേർഡായിട്ടാണുള്ളത്. അപ്പം ഞാനിത് അവിടുന്ന് ടാക്സി എടുത്തിട്ട് ജക്കാർത്ത ടൗണിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടാക്സിയൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് തോന്നുന്നു, 2000 എത്ര ഉണ്ട്. ഞാൻ എൻ്റെ കാർഡ് വെച്ചാണ് പേയ്മെൻറ്റ് ചെയ്ത്. പിന്നെ വിസ ഓണറിൽ $35 വരിക. ഡോളർ എക്സ്ചേഞ്ച് ചെയ്ത് അവിടെ കൊടുത്തപ്പോൾ ആ ഡോളറിൽ മഷിയുണ്ട്, പിന്നെ ചെറിയ കീറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരത് എടുക്കില്ല, വാലിഡ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാർഡ് പേയ്മെൻറ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ എറണാകുളത്തെ യൂണിമണി എന്നൊന്ന് പറഞ്ഞിട്ടുള്ള മണി എക്സ്ചേഞ്ചിൽ നിന്നാണ് ചെയ്തത്. ഞാൻ അവരോട് അപ്പം തന്നെ ചോദിച്ചത് എടുക്കുമോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞേ ഒരു കുഴപ്പമില്ല, അങ്ങനെയെല്ലാം പറഞ്ഞ് അത് പറഞ്ഞിട്ട് അവർ ഇപ്പോൾ ഇവിടെ എടുക്കാണ്ടിരുന്നപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഒന്നാമത് ടയേർഡായിട്ടിരിക്കണം, അതിൻ്റെ ഇടയിൽ ഇതിവിടെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ദേഷ്യം വന്നു സത്യമായിട്ടും. അപ്പോൾ അങ്ങനെ എന്തായാലും കാർഡ് ത്രൂ പേയ്മെൻ്റ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടാക്സിയിൽ ഇപ്പോൾ ജക്കാർത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ട്രാഫിക്ക്, ആകെ കുറച്ച് കിലോമീറ്റേഴ്സ് ഉള്ളൂ, പക്ഷേ നല്ല ട്രാഫിക്ക്.
ഇപ്പോൾ ടൗൺ എത്താറായി തോന്നുന്നുണ്ട്. പക്ഷെ ഫുൾ ബ്ലോക്ക് ആയിട്ടാണുള്ളത്. നല്ല ടൗൺ എത്താൻ ഇനി ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ 32 മിനിറ്റൊക്കെ കാണിക്കുന്നുണ്ട് മാപ്പിൽ. ഇത് വണ്ടി ഭയങ്കര ലക്ഷറി വണ്ടിയാണ് കേട്ടോ. കാലൊക്കെ വെക്കാൻ ലെഗ് സ്പേസ് മൊത്തത്തിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പ്രീമിയം വണ്ടി എന്നൊക്കെ കാണുന്നത്. ഞാനെങ്ങാണ്ട് കിളി പോയിട്ട് പെട്ടെന്ന് കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു പ്രീമിയം ഒക്കെയാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും കൊള്ളാം. ഇവിടെ ഒരു സുണ്ട കേളപ്പ ടാക്സി എന്നൊക്കെ ഉള്ളത്. ഇവിടെ TAKSI ടാക്സി അങ്ങനെയാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഏതോ സിഗ്നലിൽ കിടക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനിതാ ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കഴിക്കുന്നത്. നല്ല വിശക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസും ചിക്കനും. ഞാൻ ജക്കാർത്ത എത്തി. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായില്ല. ടയർഡാന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് പറഞ്ഞില്ല. ഞാൻ നേരെ വന്നതാ ഈ ഒരു റൂം എടുത്തിട്ടുണ്ടായി. ഞാൻ നല്ല പോലെ കിടന്നുറങ്ങി. ഒരു 2 മണി ഉച്ചയ്ക്ക് ഫുഡ് ജസ്റ്റ് കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങിയതാണ്. ഞാൻ ഇപ്പോഴാണ് എണീക്കുന്നത് കേട്ടോ. ഞാൻ കണ്ണൂരിൽ തോന്നില്ല. കണ്ണേർന്ന് നോക്കിയപ്പോൾ സമയം 8:51 രാത്രിയായി. ഞാൻ 2 മണിക്ക് ഉറങ്ങിയതാണ്. ഞാൻ നല്ല ഉറങ്ങി. അത്രയും ടയർഡായിരുന്നു. ഇപ്പോഴാണ് നോക്കിയായത്. എൻ്റെ മോടുക്കത്തെ ടയർഡായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്ത് പോയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ കണ്ണുറക്കുമ്പോൾ കർട്ടനൊക്കെ ഓൾറെഡി ഇട്ടിട്ടാണ് ഉറങ്ങുന്നത്. ഇപ്പോൾ ടൈം എന്താണെന്ന് തന്നെ അറിയില്ല. ടൈം നോക്കിയപ്പോഴാണ് 8:45 നല്ലൊരു ഉറങ്ങി. ഇപ്പോഴൊന്ന് സെറ്റാക്കി. ഞാൻ വെച്ച് വൈകുന്നേരം ഇവിടേക്ക് ഒന്ന് കാണാൻ പുറത്തിറങ്ങണം എന്നൊക്കെ വിചാരിച്ച. പക്ഷെ നടന്നില്ല. ഞാനിത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഫുള്ളൊരു ഹാപ്പനിങ് പ്ലേസ് ആണ്. എല്ലാ ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. ഓരോ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഒരു ഫുൾ വലിയ ഫുഡ് കോർട്ടാണ്. ഇവിടെ ഉണ്ടോ വലിയ സ്ക്രീനിൽ നമുക്ക് ഓരോ ഇതൊക്കെ കാണാം. അതിലെന്തൊക്കെയോ സുമോ പോലത്തെ സംഭവമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇന്ന് വീക്കെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ടാണ് അധികം തിരക്കില്ലാത്ത. വീക്കെൻഡിലൊക്കെ ഫുള്ളായിരിക്കും. ഇത് മൺഡേ ആയതുകൊണ്ട്, മൺഡേ അല്ലല്ലോ ഇന്ന്, ട്യൂസ്ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കില്ല. കണ്ടോ ഒരുപാട് ഫ്രീ കാണുന്നുണ്ട്. പക്ഷേ ഈ ഫുഡ് കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ചൈനീസ് ആയാലും ജപ്പാനീസ് ആയാലും എല്ലാ ടൈപ്പ് ഫുഡ്സ് ഉണ്ട്. ഇന്ത്യൻ ടൈപ്പ് ഫുഡ്സ് അല്ല, അല്ലാത്ത എല്ലാ ടൈപ്പ് ഫുഡ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഭയങ്കര പീസ്ഫുൾ. പിന്നെ നല്ല ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ തന്നെ നല്ല ക്ലൈമറ്റ്. ഇപ്പോൾ എന്താ പറയുക, കേരളത്തിൻ്റെ അത്ര ചൂടില്ല. ഞാൻ ആ ഒരു സെയിം ക്ലൈമറ്റാണ് വിചാരിച്ചത്. പക്ഷെ ആ ഒരു സെയിം ക്ലൈമറ്റ് അല്ല കേട്ടോ. അത്രയൊന്നും ചൂടില്ല. ഇവർ പകലാണെങ്കിൽ പോലും അത്രയ്ക്കും ചൂടില്ല. എന്തായാലും എല്ലാവരും സംസാരിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് ഇവിടെ ഇരുന്നിട്ട് കേട്ടോ. എല്ലാവരും ഇവിടെ വന്ന് ഫുഡ് കഴിക്കും. ഒരു അടിപൊളി വൈബ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട്. പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഇത് പീസ്ഫുള്ളാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു ഫുഡ് കോർട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊന്നും ഇല്ല. അതുപോലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നൈസായനെ. ഈ ഫുഡ് കണ്ടോ, ഒരു ടൈപ്പ് നൂഡിൽസും ചോപ്സ്റ്റിക്കൊക്കെ ഉണ്ട് അത് കഴിക്കാനായിട്ട്. പിന്നെ പ്രോൺസും കുറേ മിക്സ്ഡ് സീ ഫുഡാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടുന്ന് ഫുഡ് കഴിച്ച് ഞാനിതാ ഒരു ഗ്രാബിൽ ഞാനിങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ബൈക്ക് ഗ്രാബ് എടുക്കാം. കാറാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് ഉണ്ടാവും. 2-3 പേരൊക്കെ ആണെങ്കിൽ ഷെയർ ചെയ്തെടുക്കുമ്പോൾ അതായിരിക്കും ബെറ്റർ. കാറായിരിക്കും. അല്ലാതെ അടിപൊളി ക്ലൈമറ്റാണ്. നല്ല എന്താ പറയുക, ചൂടും അല്ല തണുപ്പും അല്ല, ലൈറ്റായിട്ടൊരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്ന നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നൈറ്റ് ബൈക്കിലൊക്കെ ഇങ്ങനെ പോകാൻ അടിപൊളിയാണ്. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാഫിക്കൊന്നുമില്ല. ഇതാണ് നമ്മുടെ ജക്കാർത്ത സിറ്റി കേട്ടോ. അപ്പോൾ ബസ്സും ട്രെയിനും ഒക്കെ ചീപ്പാണ്. അതൊക്കെ നാളെ ഞാൻ ട്രൈ ചെയ്യണം. അത് ഒന്ന് ഔട്ടർ എത്തിയിട്ട് വേണം ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രാമങ്ങളൊക്കെ അടിപൊളിയാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഗ്രാമങ്ങളൊക്കെ കാണാനായിട്ട് ഞാൻ എന്തായാലും എക്സൈറ്റഡ് ആയിട്ടാണുള്ളത്. ഇതിൽ ബൈക്കിൽ ഇങ്ങനെ പോകാൻ അടിപൊളിയാണ് കേട്ടോ. വരുന്ന വഴിക്ക് ഞാനിവിടെ ഇറങ്ങി. അപ്പോൾ ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡ്സാണ്. സ്ട്രീറ്റ് ഫുഡ്സിനാകുമ്പോൾ ടേസ്റ്റും കൂടുതലായിരിക്കും, പിന്നെ റേറ്റും കുറവായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ സീ ഫുഡെല്ലാം നല്ല അടിപൊളിയായിട്ട്. ഞാനിപ്പോൾ കഴിച്ചതും സീ ഫുഡിൻ്റെ ഒരു നൂഡിൽസ് പോലത്തെ ഐറ്റമാണ്. അതൊക്കെ എല്ലാ ടൈപ്പ് സീ ഫുഡും ഫ്രഷ് ആയിരിക്കും. നല്ലപോലെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. ഹായ്, എല്ലാവരും അടുത്ത് ഹായ് പറയുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ത്യ ഷാറുഖ് ഖാൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് ഇന്ത്യൻസിൻ്റെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ടോ ഫുള്ള് സ്ട്രീറ്റ് ഫുഡ് തന്നെ ഈ ഏരിയ മൊത്തം. ഇതൊക്കെ നമ്മുടെ മാങ്ങയാണ്. ഇത് അടിപൊളി. ഇത് പഴുത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നൈസായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയോ ടൈപ്പ് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. പിന്നെ ഇതെന്താ ചാമ്പക്കയാണെന്ന് തോന്നുന്നു, അതുണ്ട്. ഒരു പൈനാപ്പിളും ഒരു നമ്മുടെ ചാമ്പക്ക ഉണ്ടല്ലോ, വേറെ ടൈപ്പ് വലിയ ചാമ്പക്ക, അത്
പിന്നെ നല്ല പഴുത്ത മാങ്ങി മേടിച്ചിട്ട് നല്ല രസമുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും. എന്താ റംബൂട്ടാനൊക്കെ ഇവിടെ കുറേ ഉണ്ട്. പക്ഷേ ഈ സാധനം എന്താന്ന് മനസ്സിലാവുന്നത് എന്തോ ഒരു വെറൈറ്റി ഫ്രൂട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ മാത്തോ അസ്ലി എന്ന് പറഞ്ഞത്. അസ്ലി എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണ് അർത്ഥം. ഇതാണ് ആ സാധനം കഴിക്കാനുള്ളതാണ്. ഹായ്, ഇത് നമ്മളെ ഡൂറിയാൻ ഫ്രൂട്ടാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് ഇതിന്. അപ്പോൾ അവനത് മണത്ത് ആദ്യം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പുറം ഇപ്പുറമായിട്ട് ഫുള്ള് ഈ ഡൂറിയാൻ്റെ ഒരുപാട് ഷോപ്സ് കാണുന്നുണ്ട്. ഇതിങ്ങനെ കുറേ കിലോമീറ്ററോളം ഇതിൻ്റെ ഒരു സ്മെല്ല് ഇങ്ങനെ നിൽക്കും കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്മെല്ലുണ്ട്. ഇവിടെ അത് ഈ ഡൂറിയാൻ മേടിച്ചിട്ട് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. കയ്യൊക്കെ കഴുകില്ല തന്നെ മൊത്തം സ്മെല്ലായിരിക്കും. ഈ ഡൂറിയാൻ കഴിക്കുമ്പോൾ ഒരു വെള്ളം തരും കേട്ടോ. അപ്പോൾ വെള്ളം നോക്കി ജ്യൂസ് പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു കുഞ്ഞ് സ്ട്രോ, നല്ല രസമുള്ള സ്ട്രോ കേട്ടോ. അങ്ങനെയാണ് ഒരു വെള്ളമൊക്കെ തരുന്നത്. നൈസ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിലാണ് ഈ പോകുന്നത്. ഡ്യൂറിയാനൊക്കെ കഴിച്ചിട്ട് ഈ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ പോയി, കാറിൽ പോയി, ബൈക്കിൽ പോയി. ഇപ്പോൾ ട്രെയിനും ബസ്സൊക്കെ ഇനി പിന്നീട്. ഇന്ന് രാവിലെ തൊട്ട് റൂമിൽ തന്നെ ആയിരുന്നു. ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നു. ഇപ്പോൾ ഒരാൾ എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ അവരെ പരിചയപ്പെടുത്തി തരാം. മലയാളിയാണ്. ഹായ്, പേര്? ഫുഡാണ്, ഫുഡ് കഴിക്കണ തിരക്കിലാണ്. നസ്രീൻ. നാട്ടില്? ഓക്കെ. അപ്പോൾ ഫിറോസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു UAE-ൽ. ആളാണ് കണക്ട് ചെയ്ത് തന്നത് പുള്ളിക്കാരീനെ. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിന്റെ പേരെന്താ? ഇതെന്തൊക്കെ? ഫിഷ്, എഗ്, സോസ് എല്ലാം. ഓക്കെ. ഇത് ഇവിടുത്തെ മെയിൻ ഫുഡാണ് അല്ലേ? ഇവിടെ എനിക്ക് തോന്നുന്നു ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഫുഡ് കോർട്ടിൽ പോയ സമയത്ത് കൊറേ ഫുഡ് ഉണ്ടായിരുന്നു. ഏത് കഴിക്കണം എന്നറിയില്ല. അതെയോ? ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ ഞാനിത് ഇത് കഴിക്കാൻ വേണ്ടി പോയത്. കഴിച്ചോട്ടെ എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ ഞാനിത് കഴിച്ചോട്ടെ കേട്ടോ. ഫിഷ് ഏത് ടൈപ്പ് ഫിഷ് അത്? ഇത് ഒരുവിധം എന്താ പറയാ, എല്ലാ ടൈപ്പും എടുക്കാം. മെയിൻലി ഇവര് യൂസ് ചെയ്യുന്ന നമ്മളുടെ ചെറിയ ചെറിയ ടൈപ്പ് ഫിഷസ് അല്ല, അതായിരിക്കും. ഫിഷിന്റെ ടേസ്റ്റ് അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ്. പക്ഷെ അവിടെ അതിൽ മുള്ളൊക്കെ കടിക്കുന്ന ഫീൽ ചെയ്യും ഇല്ലേ? ചെറുതായിട്ട്, അങ്ങനെയല്ല, ചെറുതായിട്ടുണ്ടാവും. ഇപ്പൊ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവർക്ക് ഒരുപാട് സ്പൈസസ് ഉണ്ടാവും അല്ലേ? നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അതെ, ഡിഫറെന്റ് ആയിട്ടുള്ള അവരുടെ ഫ്ലേവറും. ഓരോ ഫുഡ് കഴിക്കുമ്പോഴും അതിനും എൻ്റയർലി ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. പിന്നെ അവർക്ക് തന്നെ ഈ സ്പൈസസ് അവർ ഓരോ ഗ്രേഡ് ആയിട്ടാ. ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്. സെക്കൻഡ് വരെ നമുക്ക് താങ്ങാൻ പറ്റില്ല. ഭയങ്കര എരിവാ. ഇല്ലേ? ഫീൽ ചെയ്യണില്ലേ? ഞാനിത് ഇവിടെ സിം എടുക്കാൻ വേണ്ടി വന്നാട്ടോ. ഇന്നലെ ഒന്നും സിം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിം എടുത്തിട്ട് നാളെ തന്നെ ജക്കാർത്ത വിടാണ്. ജക്കാർത്ത എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിറ്റിയാണ്. അത് മാത്രമല്ല നല്ല തിരക്കാണ്. പുറത്തൊക്കെ കണ്ടില്ലേ, ഫുള്ള് നല്ല ട്രാഫിക്കും വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെയാണ് ഉള്ളത്. സോ ഞാൻ ഇവിടുന്ന് ബാൻഡൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം. ഇവിടുന്ന് കുറച്ച് ഔട്ടറിലേക്ക് പോകാനാണ് വില്ലേജസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഫസ്റ്റ് സിം എടുക്കണമെങ്കിൽ ഇവിടെ സിം എൻ്റെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സിം എടുത്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞാൻ അവിടുന്ന് പിന്നെ രാത്രി ഒരു 9:30 ആയപ്പോൾ തിരിച്ചു വന്നു. ഒരു ഫുഡൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഇൻഫോർമേഷൻസ് ഒക്കെ എനിക്ക് തന്നു ഈ രാജ്യത്തെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ ഇവിടെ തന്നെയാണ് വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബാൻഡൂങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് വില്ലേജസ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഔട്ടറിൽ പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഹിച്ച് ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് അപ്പോൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ക്യാബ് ബുക്ക് ചെയ്തിട്ട് ബസ് കിട്ടുന്ന ടെർമിനലിൽ പോയിട്ട് ബസ് ക്യാച്ച് ചെയ്തിട്ട് വേണം ബാൻഡൂങ് പോകാൻ. പിന്നെ നാളെ തൊട്ട് ഹിച്ച് ഹൈക്കിങ് ഇവിടെ പോസിബിൾ ആണോ എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പോസിബിൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നവരാണ്. ഞാൻ അവരായിട്ടൊക്കെ കമ്പനിയായിരുന്നു. അപ്പോൾ എന്തായാലും നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് വേണം ബസ് ക്യാച്ച് ചെയ്യാനായിട്ട്. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. പുള്ളിക്കാർ ഇത് ബാഗൊക്കെ ഇട്ട് പോകുന്നുണ്ട്. ഭാഷയൊന്നും അറിയില്ല. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ബസ് നോക്കുവാണ്. ഞാൻ ഒരു സ്ഥലം പറഞ്ഞു, അവിടെ അല്ല ഇവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് പുള്ളിക്കാരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അപ്പോൾ ഇവിടെ ഈ ടെർമിനലിൽ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നട്ടുച്ച സമയമാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. നമ്മുടെ കേരളത്തിലൊരു സെയിം ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ കേട്ടോ. പക്ഷെ രാത്രി അത്യാവശ്യം കൂളാണ്. പക്ഷേ
പകൽ ടൈമിൽ നല്ല ചൂടുണ്ട്, ഉച്ചയ്ക്കെല്ലാം. ഈ പുള്ളിക്കാരിക്ക് തന്നെ കറക്റ്റ് അറിയില്ല കേട്ടോ, കുറേ വഴി തെറ്റി കുറേ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ റോഡ് ക്ലോസ്ഡ് ആണ്, ഗുഡ്സ് ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നു. ഇവിടെ ട്രെയിൻ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പിന്നെ ബസ്സുണ്ട്. ട്രെയിൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്, ബസ്സാണ് കമ്പാരിറ്റീവ്ലി ചീപ്പ്. ഇവിടുന്ന് വേറെ ഏതോ ടെർമിനലിലേക്ക് പോവാണ്, എന്താ പറയുക, ഷട്ടിൽ ബസ്, ചെറിയ ബസ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മണിക്കൂറുകളായിട്ട് ഞാനിത് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ, പുള്ളിക്കാരി ഇവിടെ ഇരിക്കുവാണ്. ഇവിടെ ഉള്ള ആൾക്കാരോടൊക്കെ പുള്ളിക്കാരി സംസാരിച്ച് കമ്പനി അടിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ ഭാഷ അറിയാത്തതുകൊണ്ട് അവരായിട്ട് സംസാരിക്കാനും അറിയില്ല. ഹായ് ഹായ്. യാ, ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുവാണ്. എത്ര നേരമായെന്നറിയോ, കുറേ ബസ്സെല്ലാം കയറി വഴി തെറ്റി ഇപ്പോൾ തിരിച്ചു വന്ന് വേറെ ബസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സില്ല. അപ്പോൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടൊരു 1 hour ആയി, ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഒടുക്കത്തെ ട്രാഫിക്കാണ് ഇവിടെ, ഭയങ്കര ട്രാഫിക്കാണ്. മണിക്കൂറുകൾക്ക് ശേഷം ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 1,10,000 അത്രയാണ് ഇവിടുത്തെ പൈസ കേട്ടോ. നമ്മുടെ നാട്ടിലൊരു 600 രൂപയാണ് വരുന്നത് അതിൻ്റെ റേറ്റ്. അപ്പോൾ അവർ എനിക്ക് ബില്ലെല്ലാം തരും, എൻ്റെ പേരൊക്കെ എഴുതിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി 5 മണിക്കേ ബസ്സുള്ളൂ. രാവിലെ ഞാൻ ഇറങ്ങിയത്, ഇപ്പോൾ 3 മണിയായിട്ടുണ്ട്. ഫുള്ള് ട്രാഫിക്കിൽ കിടക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും 5 മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ അവിടെ എത്താൻ ഒരു 9 മണിയൊക്കെ ആവും. ബസ് എന്തായാലും 5 മണിയാണ് കേട്ടോ. അപ്പോൾ അതുവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ഫുഡ് കോർട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. പുള്ളിക്കാരൻ്റെ പേര് എർണാന്നാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ 1 മണിക്കൂർ എടുക്കും ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഓരോന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ. അപ്പോൾ പുള്ളിക്കാരി ഇവിടുന്ന് എന്തോ ഓർഡർ ചെയ്ത്, ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു, അത് സീ ഫുഡിൻ്റെ ഒരു ഫ്രൈഡ് നൂഡിൽസ് സാധനം. ഓരോ സ്ഥലത്ത് ഓരോ പേരൊക്കെയാണ്. അപ്പോൾ അതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ എന്താവും അറിയില്ല. ഈ കാണുന്ന ഫുഡാണ് പുള്ളിക്കാരി ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ചൂടൊക്കെ ഉണ്ട്, എന്താ സാധനം എന്ന് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ മീറ്റ് ബോളും റോളും എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഇത് കഴിക്കുന്നുണ്ട്, എൻ്റെ ഫുഡ് വന്നിട്ടില്ല. 5 മണി വരെ സമയമുള്ളതുകൊണ്ട് ഞാനിത് ഒരു ജ്യൂസും കൂടെ പറഞ്ഞിരിക്കുവാണ്. ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരി എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ്, ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈ ഒരു സീറ്റിലാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ നിലവിൽ ആരും കയറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർ കയറിയിട്ടായിരിക്കും പോകുന്നത്. എപ്പോൾ എത്തുമെന്ന് അറിയില്ല. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. രാവിലത്തെ അനുസരിച്ച് ട്രാഫിക് ആണെങ്കിൽ നാളെ രാവിലെ എത്താൻ സാധ്യതയുള്ളൂ. കാരണം 1 കിലോമീറ്ററൊക്കെ പോകാൻ രാവിലെ ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ഒക്കെ എടുത്തു 1 കിലോമീറ്ററിന്. അത്രയും എന്തായി, നടക്കുവാണെങ്കിൽ 10 മിനിറ്റ്സ് എടുക്കുള്ളൂ 1 കിലോമീറ്റർ. അത്രയും ട്രാഫിക്കായിരുന്നു രാവിലെ. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ ട്രാഫിക് ആണെങ്കിൽ എപ്പോൾ എത്തുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ ബാണ്ടൂങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോളിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനിത് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. അവിടുന്ന് എൻ്റെ ഫ്രണ്ട് വന്ന് പിക്ക് ചെയ്തു. അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു. ഞാനൊരു ബീഫ് സ്റ്റേക്കാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വന്നു. കുറേ ഡ്രസ്സ് വാഷ് ചെയ്യാണ്ടായിരുന്നു, അതെല്ലാം വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടു. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, ഞാൻ AC ഉണ്ടോയെന്നൊക്കെ നോക്കുമായിരുന്നു, തണുക്കുന്നുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 20 ഡിഗ്രി ഒക്കെ ഉള്ളൂ. അതായത് ഇത് ആക്ച്വലി ടോൾ റോഡ് ഫുൾ സ്ട്രെയിറ്റും അല്ലാത്ത റോഡ് ഫുള്ള് ഇങ്ങനെ ചുരം കയറിയിട്ടുമാണ്. അപ്പോൾ ഞാൻ ടോൾ റോഡ് വഴി ബസ്സിലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡൊന്നും അറിഞ്ഞില്ല. ഇവിടെ ആക്ച്വലി ഹൈ റേഞ്ചാണ്, കുറച്ച് ഇങ്ങനെ അപ്പ് ഹില്ലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തണുപ്പ്. അപ്പോൾ ഇനി ഇവിടെ നാളെ പോകുന്ന സ്ഥലത്തേക്കൊക്കെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ബാണ്ടൂങ് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയാണ്. സിറ്റിയിൽ നിന്നും കുറച്ച് ഔട്ടറിലാണ് ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ സിറ്റിനെക്കാട്ടിലും തണുപ്പ് കൂടുതലുണ്ട് ഔട്ടറിലേക്ക്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.